തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ അനിയത്തിരി വീട്ടിലാട്ടോ. രാവിലെ എനിക്ക് നോക്കിയപ്പോൾ ഉണ്ട് 2 ഇരുമ്പാമ്പ് നേരം നിറയെ കാച്ചങ്ങോട്ട് നിൽക്കണം, പ്രാന്തൊടി ചോല. മാവും വലിയ മോശമൊന്നുമില്ല. അപ്പം അധികം പണിയൊന്നും ചെയ്യണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുറ്റടിച്ച് കൊടുക്കാൻ കരുതി. അപ്പോൾ 2 കണ്ണിമാങ്ങ വീണെടുക്കണ്ടായി. ഉണ്ണിമാങ്ങ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. കണ്ണിമാങ്ങ വീണെടുക്കണ്ടായി. അപ്പോൾ അതും കൊണ്ട് അകത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പുമുളകൊക്കെ ഇട്ടിട്ട് കഴിക്കാമല്ലോ. പിന്നെ ഇഡ്ഡലി മാവ് നമ്മൾ തലേദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. അവൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ശരിയാവാറില്ല അത്ര. എൻ്റെ ഒരു ടിപ്പൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചപ്പോൾ നല്ല അടിപൊളി മാവായുണ്ട്. അപ്പോൾ അവൾ ഇഡ്ഡലി മാവ് ഇഡ്ഡലി തട്ടിലൊക്കെ ഒഴിച്ച് വെച്ച് ഒരു കുഞ്ഞ് സാമ്പാറും കൂടി നമ്മൾ അതിന് ഉണ്ടാക്കിയിട്ടുണ്ട്. വെണ്ടക്കായ ഉണ്ടായില്ല, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്നു. കുളിച്ചോടനെ അങ്ങോട്ട് കഴിക്കല്ലോ കരുതി. പക്ഷേ പല്ലേക്കാൻ മറന്നാരും പിന്നെയാണ് ഓർത്തത്. അപ്പോൾ ബ്രഷൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ പൽപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഒരുമാതിരി ടേസ്റ്റുള്ള പൽപ്പൊടിയായിരുന്നു, മാവിലെ പൽപ്പൊടി എന്നൊക്കെ പേര്. പക്ഷേ ഒരുമാതിരി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. പിന്നെ ഇഡ്ഡലി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാമ്പാറും അടിപൊളിയായിട്ട് തിളച്ചങ്ങോട്ട് വരുന്നുണ്ട്. ഇഡ്ഡലിയും സാമ്പാറും കൂടിയിട്ട് ഒരു അടി അടിക്കണം നമുക്ക്. അതിന് മുന്നേ ഒരു ചായ എനിക്ക് മസ്റ്റായിരുന്നു. അപ്പോൾ ചായ വേഗം എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ കിഴക്കപ്പുറത്തിരുന്നിട്ട് കുറച്ച് ചായയൊക്കെ അങ്ങോട്ട് കുടിച്ചു. അപ്പോഴേക്കും മോള് സെൻറ്റ് വന്നവരൊന്നും എനിട്ടുണ്ടായില്ല, കുട്ടികളൊന്നും. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറൊക്കെ അങ്ങോട്ട് കഴിച്ചു. പിന്നെ കുട്ടികൾക്കൊക്കെ പരീക്ഷയായിരുന്നു, അവരെ റെഡിയാക്കി നമ്മൾ സ്കൂളിലേക്കൊക്കെ വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് അലക്കിയ തുണിയൊക്കെ അഴയമ്മ കൊണ്ടുവന്നിട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ കട്ടുറുമ്പിനെ കണ്ടത്. കട്ടുറുമ്പിൻ്റെ കൂട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടാണ്. അവിടെ നിറച്ച് മുറ്റത്തൊക്കെ കട്ടുറുമ്പ് ഇങ്ങനെ ഇഴഞ്ഞടക്കുണ്ടായി. അപ്പോൾ അതിൻ്റെ കൂട് ഞാൻ കണ്ടുപിടിച്ചത് വേറെ മണ്ണധികം പൊന്തി നിൽക്കാത്ത വേറൊരു ടൈപ്പ് കൂട്, അണ്ടർഗ്രൗണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവൾ റേഷൻ കടയിൽ പോയി വന്നപ്പോൾ പപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളും കൂടി ഇരുന്നിട്ട് പപ്സ് കഴിച്ചു. അവൾക്ക് സമൂസയാണ്, പപ്സ് അത്ര ഇഷ്ടമല്ല. ഞാൻ പപ്സിൻ്റെ ഒരു ഫാൻ ആയതുകൊണ്ട് ഞാൻ പപ്സ് വേഗം ഇത്തിരി സോസൊക്കെ ഒഴിച്ച് ആസ്വദിച്ചങ്ങോട്ട് കഴിച്ചു. കുറേ നാളായിട്ട് ഞാൻ ആരെങ്കിലുമൊക്കെ വീട്ടിൽ പോയി നിന്നിട്ട്. അപ്പോൾ അനിയത്തിയോട് കുറേ വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു. പിന്നെ എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാരിയൊക്കെ സെറ്റാക്കിയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറുണ്ടു, മുട്ട വറുത്തതും ഈ സാമ്പാറും പിന്നെ നെല്ലിക്കയുടെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നമ്മൾ പിന്നെ ഒരു ഉപ്പിലുണ്ടായിരുന്നല്ലോ, അല്ല മാങ്ങ ഉപ്പിലിട്ടതും ഒക്കെ കൂട്ടി നമ്മളങ്ങോട്ട് ചോറുണ്ടു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ എനിക്ക് അരിയിലൊരു ഉണ്ട ഉണ്ടാക്കി തന്നു സ്നാക്സ് ആയിട്ട്. 4 മണിക്ക് നമ്മൾ അതാണ് കഴിച്ചത്. കുളിച്ചൊക്കെ വന്ന് അതൊക്കെ കഴിച്ചു. അപ്പോൾ ചേട്ടായി എന്നെ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായി വന്ന് ഞാൻ വേഗം വീട്ടിലേക്ക്. അവിടെ എത്തിയപ്പോഴേക്കും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് ബുക്കുകളൊന്നും വായിക്കാറുണ്ടായിരുന്നില്ല, വർഷങ്ങളായിട്ട്. അപ്പോൾ ഈയിടെയാണ് ഞാൻ 2 ബുക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് 2 നമുക്ക് കിട്ടി, ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ അത് വായിക്കണം. നമ്മൾ അച്ചാറിടാനുള്ള ബോട്ടിലൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. ഞാനും ചേട്ടായും കൂടിയിട്ട് ബോട്ടിൽ വാങ്ങാൻ പോയി. അതുണ്ടാക്കണ ഒരു ഫാക്ടറി ആയിരുന്നു അത്. കണ്ടോ, അത് ഉണ്ടാക്കണതാണ് നല്ല രസമുണ്ടായിരുന്നു. 2 ടെസ്റ്റ് ട്യൂബ് പോലത്തെ സാധനത്തിലെടുത്ത് വെക്കുക, അപ്പോഴേക്കും കുപ്പി ഞാൻ കിട്ടും. പിന്നെ നമുക്ക് ഏത് ടൈപ്പ് കുപ്പി വേണം സെലക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ മോഡൽ കുപ്പി അവിടെ വെച്ചിട്ടുണ്ട്. വലിയൊരു ഗോഡൗൺ പോലെ ഉണ്ടാക്കിയ കുപ്പിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് കുട്ടികൾക്ക് കുറച്ച് മധുരക്കിഴങ്ങ് പുഴുങ്ങി കൊടുത്തു. അത്ര സൗന്ദര്യമൊന്നുമില്ലാതെ മധുരക്കിഴങ്ങ് നമ്മുടെ കടയിൽ നിന്ന് ഉണ്ടെന്നാണേ. അപ്പോൾ അത്ര ഫ്രഷ് നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിനൊരു ചമ്മന്തി ഉണ്ടാക്കി കുറച്ച് പാൽച്ചായ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനും ചേട്ടായും കൂടിയിട്ട് അങ്ങോട്ട് പോയി, പടിയൂർക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ മതിലകം പാലെത്തിയപ്പോൾ നല്ല ഭംഗി കാണാനായിട്ട്, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ വീഡിയോ എടുത്ത് അടിപൊളിയാണെന്ന് തോന്നിയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു. അപ്പോൾ ഞാനും ചേട്ടായും കൂടി 2 വീലറിനാണ് പോയത് കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും നമ്മൾ കേട്ടോ. അച്ചാറുണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നേ. അപ്പോൾ രാത്രിയപ്പോൾ നമ്മളിരുന്നിട്ട് അച്ചാറൊക്കെ പാക്ക് ചെയ്ത് ഉണ്ടാക്കി വെച്ച കുറേ അച്ചാറുണ്ടായി. അച്ചാർ ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ക്യാരച്ചാറും മത്തിയച്ചാറും ബീട്രൂട്ട് അച്ചാറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർഡർ അനുസരിച്ച് നമ്മൾ വെയിറ്റൊക്കെ നോക്കിയിട്ട് രാത്രിയുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് നമ്മുടെ മോളും കൂട്ടിനുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-12 മണിയായി കഴിഞ്ഞപ്പോൾ മോളും അപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായില്ല. ഞാനും മോളും കൂടി കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കിടന്നു. കുറച്ച് കഴിയുമ്പോൾ അവൾ ഉറങ്ങി. നാളെയും നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ മാങ്ങ എടുക്കാനൊക്കെ വേണ്ടി വീണ്ടും പടിയൂർ പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.